വെൽക്കം ബാക്ക് ടു ദിവ്യാസ് കിച്ചൺ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കുമ്പളങ്ങ ചേർത്തിട്ടുള്ള ഒരു ചിക്കൻ കറിയുടെ റെസിപ്പിയുമായിട്ടാണ്. ഒരു നാടൻ കറിയാണ് കേട്ടോ ഇത്. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 6 ടേബിൾ സ്പൂൺ മല്ലിയും ഒരു 15 വറ്റൽമുളകും ചേർത്തിട്ട് പതുക്കെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മളിത് റോസ്റ്റ് ചെയ്തെടുക്കാൻ കേട്ടോ. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ചെയ്യരുത്, അപ്പോൾ പെട്ടെന്ന് കരിഞ്ഞു പോവുള്ളൂ, മല്ലിയൊന്നും ആയി കിട്ടില്ല കേട്ടോ. അപ്പോൾ ഏകദേശം നമ്മുടെ വറ്റൽമുളകും മല്ലി ഇവിടെ റോസ്റ്റായി വന്നിട്ടുണ്ട്. ഇനി തണുത്തതിന് ശേഷം നമുക്ക് മിക്സിയുടെ ജാറിലിട്ടിട്ടൊന്ന് പൊടിച്ചെടുക്കാം. നന്നായി തണുത്തതിന് ശേഷം ചെയ്യാം കേട്ടോ. അപ്പോൾ ഏകദേശം ഇവിടെ തണുത്ത് വന്നിട്ടുണ്ട്. ഞാനിവിടെ ഒരു മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം നമ്മൾക്ക്. അപ്പോൾ ഇതാ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ വലിയ ജീരകവും അതുപോലെ ഒരു 6 വെളുത്തുള്ളിയും ചേർത്ത് കുറച്ച് വെള്ളവും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എന്നിട്ട് വേണം നമ്മളത് അരച്ചെടുക്കാൻ. ഇനി ഫൈനായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ അരപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാനിവിടെ എടുത്തിട്ടുള്ളത് 1 കിലോ ചിക്കനാണ്, നാടൻ കോഴിയാണ്. അതിലേക്ക് 1 കിലോ കുമ്പളങ്ങ എടുത്തിട്ടുണ്ട്. നമ്മുടെ വീട്ടിലുണ്ടായ കുമ്പളങ്ങയാണ്, ഇതുപോലെ വലുതായി കട്ട് ചെയ്തതാണ്. ഇനി ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും ഉപ്പും അതുപോലെ നമ്മൾ നേരത്തെ അരച്ചു വെച്ച അരപ്പും എടുത്തിട്ടുണ്ട്. ഒരുപാട് മസാലകളൊന്നും ഇതിലേക്ക് വേണ്ട കേട്ടോ, അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് മാറിപ്പോവുള്ളേ. അപ്പം നമ്മൾ മൺചട്ടിയിലാണ് ചെയ്തെടുക്കുന്നത്. ഞാനിവിടെ ചിക്കനും കുമ്പളങ്ങയും മൺചട്ടിയിലേക്ക് ചേർത്തിട്ട് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന കല്ലുപ്പും മഞ്ഞൾപ്പൊടിയും അതുപോലെ അരപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് കൈ വെച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. കൈ വെച്ച് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾക്കിതൊരു അരമണിക്കൂർ എന്തായാലും ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. അപ്പോഴുള്ളൂ നമ്മുടെ ഈ മസാലയൊക്കെ ചിക്കനിലേക്കും ആ കുമ്പളങ്ങയിലേക്കും പിടിക്കുള്ളൂ കേട്ടോ. അപ്പം നല്ല ടേസ്റ്റാണ് കറിക്ക് ഉണ്ടാവുക. പെട്ടെന്ന് തയ്യാറാക്കിയിട്ടുണ്ടെങ്കിൽ അത്ര ടേസ്റ്റ് കാണില്ല. അതുപോലെ ഈ അരപ്പും ഇതേപോലെ റെഡിയാക്കണം. ഇങ്ങനെ വറുത്തരച്ച് വെക്കുക എന്നൊക്കെ പറയില്ലേ, അതുപോലെയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. എന്താ പറയുക, ഒരു പഴമയുടെ രുചിയോട് കൂടി തന്നെ നമുക്ക് ഈ ചിക്കൻ കറി കഴിക്കാം കേട്ടോ. നല്ല ടേസ്റ്റാണ് ഇങ്ങനെ ചെയ്യുമ്പോൾ. അതുപോലെ ഇത് ബെസ്റ്റ് കോമ്പിനേഷൻ എന്ന് പറയുന്നത് തേങ്ങാച്ചോറിൻ്റെ കൂടെ കേട്ടോ. നല്ല ടേസ്റ്റാണ് തേങ്ങാച്ചോറിൻ്റെ കൂടെ. ഇനി അരമണിക്കൂറിന് ശേഷം നമുക്കിത് കറി വയ്ക്കാം. അപ്പം നമ്മളിവിടെ വിറകടുപ്പിലാണ് തയ്യാറാക്കുന്നത്. അത് വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ മിക്സിയുടെ ജാറൊക്കെ കഴുകിയെടുത്ത വെള്ളമാണ് കേട്ടോ, അതും കൂടിയും ചേർത്ത് കൊടുക്കുക. എത്രത്തോളം ഗ്രേവി വേണോ അത്രയും വെള്ളം ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഞാൻ കുറച്ചുകൂടിയും വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നാടൻ കോഴി ആയതുകൊണ്ട് കുറച്ച് എന്തായാലും അധികം വേവ് ഉണ്ടായിരിക്കുമല്ലോ, അപ്പോൾ അതിന് കണ്ടിട്ട് വേണം നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കാൻ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അടച്ചു വെച്ച് അരമണിക്കൂറിന് ശേഷം നോക്കാം. അപ്പോൾ അരമണിക്കൂർ ആയപ്പോഴേക്കും ഇങ്ങനെ ഈ ഒരു പരുവത്തിലാണ് ആയിട്ടുള്ളൂ. പക്ഷേങ്കിൽ നമ്മുടെ ചിക്കൻ ഒന്നും വെന്തിട്ടില്ല കേട്ടോ. കുമ്പളങ്ങയ്ക്ക് നല്ല വേവുണ്ട്. നല്ല മൂത്ത കുമ്പളങ്ങയാണ്, നമ്മുടെ വീട്ടിലുണ്ടായ കുമ്പളങ്ങയല്ലേ, അപ്പോൾ നല്ല മൂത്തതാണ്. അപ്പം ഇനി വീണ്ടും നമുക്ക് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം. നന്നായി തീ കത്തിച്ചിട്ട് തന്നെ വേണം നമ്മളത് കുക്ക് ചെയ്തെടുക്കാൻ കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഏകദേശം ഒരു 1.25 മണിക്കൂർ അടുപ്പിൽ വെച്ച് വേവിച്ചിട്ടുണ്ട്. കണ്ടില്ലേ, കറിയൊക്കെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇത്രയും കറിയോട് കൂടിയാണ് ഞാനിവിടെ വെക്കുന്നത്. അപ്പം ഇനി നമ്മൾക്കിതിക്ക് താളിച്ചൊഴിക്കാം. അപ്പം നമ്മുടെ കറി റെഡിയായല്ലോ. ഇനി അതിലേക്കൊന്ന് താളിച്ചൊഴിക്കുമ്പോഴാണ് ആ കറക്റ്റ് ടേസ്റ്റ് വരുള്ളൂ. 2-3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അതിലേക്കൊരു 8 ചെറിയ ഉള്ളി കട്ട് ചെയ്തത് ഞാൻ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ചെറിയ ഉള്ളിയിൽ താളിച്ചൊഴിക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കുള്ളൂ. അതുപോലെ ഇങ്ങനെ മൂത്തിരിക്കണം കേട്ടോ. ഇനി കുറച്ച് കറിവേപ്പിലയും ചേർത്ത് നമുക്ക് ഈ താളിച്ചത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പം നമ്മൾ ഈ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുമ്പോൾ നല്ലൊരു സ്മെല്ലാട്ടോ അതിന്. അടിപൊളി ടേസ്റ്റാണ് ഈ കറി കഴിക്കാൻ. നമ്മൾ കറി വെച്ചിട്ട് കുറച്ച് സമയം ഒന്ന് മാറ്റി വെച്ചാൽ എന്നിട്ട് കഴിക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പം ഞാനിന്നിവിടെ ഇതിൻ്റെ കൂടെ തേങ്ങാച്ചോറും കൂടി റെഡിയാക്കിയിട്ടുണ്ട്. ഞാനിവിടെ തേങ്ങാച്ചോറിൻ്റെ വീഡിയോ കാണിക്കാഞ്ഞത് ഇതിൻ്റെ മുന്നേ തേങ്ങാച്ചോറിൻ്റെയും നാടൻ കോഴിയുടെയും റെസിപ്പി ചെയ്തിട്ടുണ്ട്. അപ്പം അതുകൊണ്ടാട്ടോ കാണിക്കാതിരുന്നത്. അപ്പം നമ്മുടെ അടിപൊളി തേങ്ങാച്ചോറും അതുപോലെ കുമ്പളങ്ങ ചേർത്തിട്ടില്ല നാടൻ കോഴിക്കറിയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റാണ് ഇത് കഴിക്കാൻ. അതുപോലെ ഒരുപാട് മസാലയൊന്നും ഇതിന് വേണ്ട, ഒരുപാട് പണിയില്ല കേട്ടോ. ഈ സാധാ ചിക്കനിലും നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ. എന്നാലും ടേസ്റ്റ് തന്നെയാണ്. പക്ഷെ ഒന്നുകൂടി ടേസ്റ്റ് ഉണ്ടായിരിക്കും നമ്മുടെ നാടൻ കോഴിയിലായിരിക്കും. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തതിന് ശേഷം ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകരുത്.
സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഓൾ എന്ന് വേണം നിങ്ങൾ സെലക്ട് ചെയ്യാനായിട്ട്. എന്നാലേ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് പെട്ടെന്ന് ലഭിക്കുകയുള്ളൂ. താങ്ക്